ബാബരി മസ്ജിദ് ധ്വംസന കേസിൽ മുതിർന്ന RSS BJP നേതാക്കന്മാരെയെല്ലാം CBI സ്പെഷ്യൽ കോടതി ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് വെറുതെ വിട്ടപ്പോൾ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അവർക്കെല്ലാം പങ്കുണ്ടെന്നും ഈ രാജ്യത്തോട് സധൈര്യം വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ. ആയിരക്കണക്കിന് പേജുള്ള 100ലേറെ സാക്ഷികളെ വിസ്തരിച്ച RSSന്റെയും BJPയുടെയും തലതൊട്ടപ്പന്മാരെയെല്ലാം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് തയ്യാറാക്കിയ ലിബർഹാൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അത് വീണ്ടും ആവർത്തിച്ചു. ഒരു നീതിമാനായ ന്യായാധിപനാണ് താനെന്ന് അയാൾ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചു. ഒടുവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലോകത്ത് നിന്നും നിശബ്ദമായി വിടവാങ്ങി. ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാന്റെ മരണവാർത്തയ്ക്ക് കീഴെ ഇപ്പോൾ ഫാസിസ്റ്റുകൾ തെറിയഭിഷേകം നടത്തുകയാണ്. ലിബർഹാൻ റിപ്പോർട്ടിന്റെ 17 വർഷങ്ങൾക്ക് ശേഷവും ബാബരിയുടെ മണ്ണിൽ രാമക്ഷേത്രം പണിതുയർത്തിയ ശേഷവും ഇപ്പോഴും ആ മനുഷ്യൻ ഫാസിസ്റ്റുകൾക്ക് വെറുക്കപ്പെട്ടവനാവാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഏറ്റവും ദീർഘമായ റിപ്പോർട്ടിൻ്റെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച കമ്മീഷൻ്റെയും കൂടി ചിത്രവും ചരിത്രവുമാണത്. 1938 ഇപ്പോഴത്തെ ചണ്ഡീഗറിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു മൻമോഹൻ സിംഗ് ജനിക്കുന്നത്. പിതാവ് ചൗധരി ഭക്തവാർ സിംഗ് അഭിഭാഷകനായിരുന്നു. മൻമോഹനും പിതാവിൻ്റെ വഴി സ്വീകരിച്ചു. നിയമപഠന ശേഷം അംബാല കോടതിയിലും തുടർന്ന് പഞ്ചാബ് ഹരിയാന കോടതികളിലും പ്രാക്ടീസ് ചെയ്തു. ഹരിയാന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായും തുടർന്ന് അഡ്വക്കേറ്റ് ജനറലായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജായും തുടർന്ന് മദ്രാസ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. ഇതിനിടയിലായിരുന്നു അദ്ദേഹത്തെ തേടി ആ അവസരം എത്തുന്നത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ സർക്കാരിന് ഒരു നീതിമാനെ കമ്മീഷനായി നിയമിക്കേണ്ടി വന്നു. പലരും സ്വീകരിക്കാൻ മടിക്കുന്ന ആ നറുക്ക് സധൈര്യം ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ സ്വീകരിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ച് കൃത്യം 10 ദിവസങ്ങൾക്ക് ശേഷം 1992 ഡിസംബർ 16 അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ നിയമനം. 3 മാസങ്ങൾ കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നരസിംഹറാവു സർക്കാരിൻ്റെ ഉത്തരവെങ്കിലും വിഷയത്തിൻ്റെ ഗൗരവവും ആഴവും കാരണം വർഷങ്ങൾ കടന്നുപോയി. 17 വർഷങ്ങളെടുത്തു ജസ്റ്റിസ് മൻമോഹൻ സിംഗിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ. 1000ലേറെ പേജുകൾ, 100ലേറെ സാക്ഷികൾ, പ്രമുഖന്മാരുടെ പേരുകൾ, 399ഓളം സിറ്റിങ്ങുകൾ, 48 ടൈം എക്സ്റ്റൻഷനുകൾ. ഒടുവിൽ റിപ്പോർട്ട് അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് മേശപ്പുറത്ത് വെച്ചു. അതുമുതൽ ജസ്റ്റിസ് മൻമോഹൻ BJPയുടെയും RSSന്റെയും ശത്രുവായി മാറി. അതിന് പല കാരണങ്ങളുണ്ട്. ലിബർഹാൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് വരാം. ബാബരി മസ്ജിദ് ധ്വംസനം പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. അതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ ഫണ്ടിൽ നിന്നും വിവിധ ബാങ്കുകൾ വഴി വിവിധ വ്യക്തികളുടെയും സംഘടനകളുടെയും അക്കൗണ്ടുകളിലേക്ക് പല സമയങ്ങളിലായി ഒഴുകിയിട്ടുണ്ട്. ലിബർഹാന്റെ കണ്ടെത്തലുകൾ പ്രകാരം രാം ജന്മഭൂമി ന്യാസ്, ഭാരത് കല്യാൺ പ്രതിഷ്ഠൻ, വിശ്വ ഹിന്ദു പരിഷത്ത്, രാം ജന്മഭൂമി ന്യാസ് പാതുക പൂജൻ നിധി, ശ്രീരാം ജന്മഭൂമി ന്യാസ്, ശ്രീരാം ശീലാ പൂജൻ, ജൻഹിതേശി എന്നീ RSS BJP സംഘടനകളുടെ അക്കൗണ്ടുകളിലേക്കായിരുന്നു ഇതിനായുള്ള പണം ഒഴുകിയത്. ഈ കണ്ടെത്തൽ തന്നെ മതിയാകുമല്ലോ RSSനും BJPക്കും മൻമോഹൻ സിംഗ് ലിബർഹാൻ വെറുക്കപ്പെട്ടവനാകാൻ. ഇത് തന്നെയായിരുന്നു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണങ്ങൾ. BJP, RSS, VHP, ശിവസേന, ബജ്റംഗ് ദൾ തുടങ്ങിയ സംഘടനകൾക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ബാബരി മസ്ജിദ് വിഷയം തങ്ങളുടെ വിജയത്തിലേക്കുള്ള പാതയായി കാണുകയും പ്രത്യയശാസ്ത്രപരമായി അവരെ ഏൽപ്പിച്ച ദൗത്യം ഒരു വാള് പോലെ കണ്ട് അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയുമായിരുന്നെന്ന് റിപ്പോർട്ടിൻ്റെ 159.9 പറയുന്നത് കാണാം. അതിനുവേണ്ട ഒരു ഭ്രാന്തൻ ജനക്കൂട്ടത്തെ സൃഷ്ടിക്കുന്നത് RSSന്റെയും VHPയുടെയും ഏക അജണ്ടയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തം. മുരളി മനോഹർ ജോഷി, LK അദ്വാനി, ഉമാഭാരതി, കല്യാൺ സിംഗ്, AB വാജ്പേയി തുടങ്ങി RSS BJP നേതാക്കന്മാരടക്കം 68 പേരുടെ പങ്ക് എണ്ണിപ്പറയുന്നതായിരുന്നു റിപ്പോർട്ട്. ഇതൊക്കെ തന്നെയാണ് മറ്റൊരു 17 വർഷങ്ങൾക്കിപ്പുറവും RSS BJP പ്രവർത്തകരെ വിറളി പിടിപ്പിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൊണ്ടും ലിബർഹാൻ റിപ്പോർട്ട് പ്രസക്തമാണ്. പ്രധാനമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയും ഉൾപ്പെടെ അതിപ്രാധാന്യമർഹിക്കുന്ന വ്യക്തിത്വങ്ങളുടെ മൊഴി സ്വീകരിച്ച വലിയൊരു റിപ്പോർട്ട് കൂടിയാണ് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട്. മറ്റു പലരും ഏൽക്കാൻ മടിച്ചേക്കാവുന്ന ഒരു വിഷയം ഏറ്റെടുത്ത് രാഷ്ട്രീയവും അധികാരവും നോക്കാതെ ഏറ്റവും നീതിയുക്തമായ റിപ്പോർട്ട് സമർപ്പിച്ച ചങ്കൂറ്റത്തിൻ്റെ പേര് കൂടിയാണ് ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ലിബർഹാൻ. മാന്യതയുടെയും സൗമ്യതയുടെയും അതേസമയം കാര്യബോധത്തിൻ്റെയും മുഖം നോക്കാത്ത പ്രവർത്തനങ്ങളുടെയും പേരുകൂടിയായിരുന്നു അത്.
അതുകൊണ്ടാണ് LK അദ്വാനിക്ക് വേണ്ടി ഹാജരായിരുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ സത്യപാൽ ജെയിൻ പോലും അദ്ദേഹത്തെ നിയമത്തിൽ അഗാധമായ അറിവും കളങ്കമില്ലാത്ത സത്യസന്ധതയുമുള്ള മഹാൻ എന്ന് വിശേഷിപ്പിച്ചത്. ബാബരി മസ്ജിദ് തകർത്ത കേസിൽ ഗൂഢാലോചന ആരോപിക്കപ്പെട്ട RSS BJP നേതാക്കന്മാരെയെല്ലാം 2020 പ്രത്യേക CBI കോടതി വെറുതെ വിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൊണ്ട് തന്നെ ജസ്റ്റിസ് മൻമോഹൻ സിംഗിനെ ഓർത്തുവെക്കപ്പെടണം. അന്ന് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുക്കാനെത്തിയ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടറോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എൻ്റെ മുന്നിൽ ഹാജരാക്കിയതും ഞാൻ കണ്ടെത്തിയതുമായ തെളിവുകളിൽ നിന്നും എനിക്കുറപ്പാണ് ബാബരി മസ്ജിദ് തകർത്തതിനു പുറകിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. അദൃശ്യമായ ഒരു ശക്തിയല്ല ബാബരി മസ്ജിദ് തകർത്തത്, അത് മനുഷ്യർ തന്നെയാണ്. ഉമാഭാരതി അതിൻ്റെ ഉത്തരവാദിത്തം എൻ്റെ മുന്നിൽ ഏറ്റെടുത്തിട്ടുമുണ്ട്. ബാബരി മസ്ജിദ് ധ്വംസനം ഒരു പ്രഭാതത്തിലുണ്ടായതല്ല, കൃത്യമായ പദ്ധതികളോടെ നടപ്പാക്കിയതാണ്. നീതിയുടെയും ന്യായത്തിൻ്റെയും മുഖമായി ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിച്ചുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് ലിബർഹാന് ഇനി സുഖമായി ഉറങ്ങാം. നീതിമാനായ ന്യായാധിപന് വിട.